നമ്മൾ നേരെ പ്രകാശിലോട്ട് പോകാൻ പോകും. ഇതിപ്പം പീനിയയിലെ പ്രകാശിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ പ്രകാശിനാണ്ട് ഗൈസ് നമ്മളങ്ങനെ പ്രകാശിൻ്റെ അകത്ത് വന്നത്. അപ്പം ഇവിടെ ഗ്രീൻ കളറുടെ വണ്ടിയുണ്ട്, സൊസൈറ്റിയുടെ വണ്ടിയുടെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. വണ്ടി റെയിൻ ടെസ്റ്റ് കാര്യങ്ങളായിട്ട് കിടപ്പുണ്ട്. ഞാൻ അകത്തോട്ട് നിറച്ച് വണ്ടികളാണ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് അകത്തോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം. ഇതെല്ലാം പണി തീരാത്ത വണ്ടികളായതുകൊണ്ട് മാത്രമാണ് ഞാൻ അകത്ത് കയറി ഇടുന്നത്. നമുക്ക് ഓരോ വണ്ടികളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഏത് വണ്ടികളാണെന്ന് ഒരു പിടുത്തവും ഇല്ല ഗൈസ്. അപ്പം നമ്മുടെ പേരും കാര്യങ്ങളും ഇപ്പോൾ ഒട്ടിക്കും. അതായത് വണ്ടിയുടെ വീഡിയോ എടുത്തപ്പോ അണ്ണന്റെ വീഡിയോ എടുത്തില്ലേ? ഒന്ന് വേണ്ടേ, അണ്ണൻ നെറ്റും ബോൾട്ടും അടിച്ചോണ്ടിരിക്കുക. അദർവയുടെ ഓണർ ഷൈജോണ്ണൻ. അപ്പൊ ഷൈജോണ്ണന്റെ അടുത്ത് നമുക്ക് ഹലോ ഗായ്സ്, അപ്പം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറെ നാളായി നമ്മൾ ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പം എന്താണ് ലോങ് വീഡിയോ ചെയ്യാത്തതിന്റെ കാരണമൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞു തരാം. അപ്പം ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അദർവയുടെ ഡെലിവറിയാണ്. നമ്മൾ നേരെ പ്രകാശിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പം ഗൈസ് നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഗൈസ് നമ്മളങ്ങനെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ട്രെയിൻ മിസ്സായെന്നുള്ള കാര്യം. ഗൈസ് അപ്പം എങ്ങനെയും ബാംഗ്ലൂർ പിടിച്ചേ പറ്റൂ. അപ്പം നമ്മൾ ഒരുപാട് വഴി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അമ്പലപ്പുഴ വഴി വണ്ണസിൻ്റെ ഒരു നൈറ്റ് സർവീസ് ഉണ്ടെന്ന്. ഗൈസ് പിന്നെ ഒന്നും നോക്കിയില്ല, KSRTC കയറി നേരെ അമ്പലപ്പുഴ ചാടിയിട്ടുണ്ട് നമ്മൾ. അപ്പം എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വണ്ണസ് ദേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് വണ്ണസിലാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ ചെറുക്കൻ എത്തിക്കഴിഞ്ഞു. നമ്മുടെ സീറ്റ് ഏറ്റവും ബാക്കിലാണ്. ബാക്കി ദേ അവിടെ ചെന്നിട്ട് പറയാവേ. ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായിട്ട് നമ്മൾ നേരെ എന്താ പറയുക വണ്ണസ് ഓടി പിടിച്ചിരിക്കുക. കായംകുളത്ത് നിന്ന് നേരെ അമ്പലപ്പുഴയല്ലോ, അമ്പലപ്പുഴ. അങ്ങനെ അമ്പലപ്പുഴ വന്നിട്ട് വണ്ണസ് ഓടി പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഇവരാരാന്ന് പരിചയപ്പെടുത്തിയില്ല. ഇതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്യാംബ്രോയും ഇത് നൗഫൽ ബ്രോയും. ഇടയ്ക്ക് ഞാൻ പേര് മറന്നു, അതാ ചോദിച്ചത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വണ്ണസിനകത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം വണ്ടി ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ണസിൽ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം നമുക്ക് ഫ്ലൈറ്റിലെ പോലെ സ്നാക്സ് കാര്യങ്ങൾ അതേപോലെ ഒട്ടുക്കത്തെ കംഫോർട്ട് കാണും വണ്ടി, ഒരു രക്ഷയില്ല. ഗൈസ് അങ്ങനെ നമ്മൾ ലാൽബാഗിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി ഫുള്ളായിരുന്നു കേട്ടോ, എല്ലാ ബർത്തും ഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ലാൽബാഗിൽ എത്തിയിരിക്കുകയാണ്. ലാൽബാഗിൽ കുറച്ച് പരിപാടിയുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ മെട്രോ കയറിയിട്ട് നമ്മുടെ പീനിയയിലെ പ്രകാശിലോട്ട് പോകും. ഗൈസ് നമ്മുടെ ലാൽബാഗിലെ പ്രകാശ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയാണ് വന്നത്. അതായത് നമ്മുടെ സ്വന്തം സിംഗത്തിൻ്റെ വണ്ടി ഡെലിവറിക്കായിട്ട് വന്നത് ഇവിടെ ആയിരുന്നു, നമ്മുടെ ലാൽബാഗിലെ പ്രകാശിൽ. ഓ അതിൻ്റെ ലോഗോ ഉണ്ടോ ഗൈസ്? ഇവിടുത്തെ ഒരു രക്ഷയില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. എങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും അവർ വീഡിയോ എടുക്കാൻ ഒരുത്തനെ സമ്മതിക്കത്തില്ല. കണ്ടു കഴിഞ്ഞാൽ അപ്പം കിക്ക് ചെയ്ത് പുറത്ത് കളയും. അമ്മായൊരു സീനാണ് ഇവിടെ. മറ്റേടത്ത് അത്രയും സീൻ ഉണ്ടാവില്ലോ എന്ന് നമുക്ക് നോക്കാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫ്രഷപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പ്രകാശിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പ്രകാശിലോട്ട് പോകാൻ പോകും. ഇതിപ്പം പീനിയയിലെ പ്രകാശിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഗൈസ് ഞാൻ പ്രകാശ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ പീനിയയിലെ പ്രകാശ്. പിന്നെ അകത്തോട്ട് കയറണം ഗൈസ്. നമുക്ക് നേരെ അകത്തോട്ട് പോകും. അപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടുകാരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യാൻ നിന്ന സമയത്താണ് നമ്മുടെ അർഷിക് ബ്രോയും അതേപോലെ ശിവ ബ്രോയും ഫുൾ ക്രൂവും അവർ ഇതേ പ്രകാശിലേക്ക് വന്നു. അവരുടെ മാസ്ക് മാൻ ഇവിടെ, അതായത് നമ്മുടെ ലണ്ടൻ്റെ മാസ്ക് മാൻ ഇവിടെ ബോഡി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തിയില്ല, മാണ്ടിയിലാണ് വണ്ടിയുള്ളത്. സ്ട്രക്ചർ കാര്യങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ പീനിയയിലേക്ക് വരും. അപ്പം അവരോട് കുറേ നേരം സംസാരിച്ചതിന് ശേഷം നമ്മൾ നേരെ പ്രകാശിനുള്ളിലേക്ക് നമ്മുടെ അദർവയുടെ അടുത്തേക്ക് പോവുകയാണ്. നമ്മുടെ പ്രകാശിനാണ്ട് നമ്മൾ പ്രകാശിൻ്റെ വണ്ടിക്ക് കൂടെ ഇപ്പുറത്തോടെ ചാടാൻ പറ്റും. നമ്മളിങ്ങനെ ചാടിപ്പോവാം ഗൈസ്. അങ്ങനെ നമ്മുടെ നമ്മുടെ ഗൈസ് നമ്മളങ്ങനെ പ്രകാശിൻ്റെ അകത്ത് വന്നത്. അപ്പം ഇവിടെ ഗ്രീൻ കേരളയുടെ വണ്ടിയുണ്ട്. ഇവിടെ മൊത്തം കേരളമാണെന്ന് തോന്നുന്നു ഗൈസ്. മൊത്തം മലയാളികളാണ്. ഇവിടെ ഇതുപോലെ വണ്ടികൾ ഒരുപാട് വണ്ടി നടക്കുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയുടെ വണ്ടിയുടെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വണ്ടി റെയിൻ ടെസ്റ്റ് കാര്യങ്ങളായിട്ട് കിടപ്പുണ്ട്.
അകത്തോട്ട് നിറച്ച് വണ്ടികളാണ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് അകത്തോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം. മൊത്തം മലയാളികളാണ് ഇവിടെ. എന്താണിത്? ഇത് കർണാടകയാണോ അതോ കേരളമാണോ എന്ന് ഡൗട്ട്. മൊത്തം വണ്ടികളാണ്. ഇതിന്റെ ബാക്കിലൊരു വണ്ടിയുണ്ട്, ഗ്രീൻ കേരളയുടെ ബാക്കിലൊരു വണ്ടികളെ കൊണ്ട്. അതിന്റെ പേര് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തരാം. അവിടെ അപ്പം ഇനി നേരെ ഉണ്ട് അകത്തോട്ടുണ്ട്, അതിനകത്തുണ്ട്. ആ ഭാഗത്തോട്ട് പോയിട്ട് ബാക്കി നമുക്ക് പരിചയപ്പെടാം. ഇവിടെ മൊത്തം വണ്ടികളാട്ടോ. ഇതിനകത്ത് വീഡിയോ എടുക്കുന്നതിന് വൻ ടാസ്ക്കാണ് ഇന്നലെ എടുത്തത്. ഇവിടെ ഇതെല്ലാം പണി തീരാത്ത വണ്ടികളായതുകൊണ്ട് മാത്രമാണ് ഞാൻ അകത്ത് കയറി എടുക്കുന്നത്. നമുക്ക് ഓരോ വണ്ടികളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഏത് വണ്ടികളാണെന്ന് ഒരു പിടുത്തവും ഇല്ല, എന്നാലും നമുക്ക് നോക്കാം ഗൈസ്. കാട്ടാന എന്ന പേര് നോക്കാം. വീഡിയോ എടുക്കുന്ന വൺ സീനാണ് ഗൈസ്. എന്നാലും നമ്മൾ ഒപ്പിച്ച് മുക്കി വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. മൊത്തം സെഡസ്ത്ര അവിടെയും സെഡസ്ത്ര ഉണ്ടോ? മൊത്തം സെഡസ്ത്ര. എന്തായാലും നോക്കാം നമുക്ക്. ഗൈസ് നമ്മുടെ ലൂബസിന്റെ ഡെലിവറി കാര്യങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ അവരുടെ ഫുൾ ക്രൂ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അതേപോലെ ഈ കിടക്കുന്ന സെഡോണിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അതായത് ക്യാബിൻ ഇല്ലാതെ ഇറങ്ങിയ ഫസ്റ്റ് സെഡോൺ, ഇന്ത്യയിലെ ഫസ്റ്റ് സെഡോൺ ആണ് ഈ കിടക്കുന്നത്. ഗൈസ് ഡെലിവറിക്ക് വേണ്ടി രണ്ട് വണ്ടി ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടി അവർ പ്രകാശിലോട്ട് കയറ്റുവാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ കയറി പോകുന്നൊരു വീഡിയോ എടുക്കാം. ലൂബസിന്റെ പുതിയ BS6 ഗൈസ്. ഇതിന് ക്യാബിൻ ഇല്ല കേട്ടോ. അതായത് ഇനിയും വരാൻ പോകുന്ന വണ്ടികളിനകത്ത് ക്യാബിൻ ഇല്ലാതെ വന്നിട്ടുള്ള ആദ്യ സെഡോൺ ആണിത്. പൂജയുടെ വണ്ടി, പിന്നെ GK ബ്രോസ്, പിന്നെ ലൂബസിന്റെ വണ്ടിയുണ്ട്. GK ബ്രോസ് പിന്നെ ലൂബസിന്റെ വണ്ടി. ലൂബസിന് വണ്ടി അതെ. തണ്ടർബേഡിന്റെ ഒരു വണ്ടി. വണ്ടികളാണ് ഗൈസ്, നമുക്ക് നോക്കാം. മാഡ് ബോംബ്, ഇതാണ് നമ്മുടെ വണ്ടി ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. അപ്പൊ ഇത്ര ആയിട്ടുള്ളൂ. ചിലപ്പോ ഇന്ന് ഡെലിവറി കാണുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ചെറുക്കന്തി അദർവ, ഇതാണ് നമ്മുടെ അദർവയുടെ വണ്ടി കേട്ടോ. പണിയെല്ലാം കൺഫേം ആയി കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതിന്റെ മൂട്ടിക്കൂടെ നടന്നിട്ട് നമ്മൾ വണ്ടി കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതില്ലയോ. ഓ ഗൈസ്, വണ്ടിയുടെ വീഡിയോ എടുത്തപ്പോ അണ്ണന്റെ വീഡിയോ എടുത്തില്ലയോ? എന്താണ്ടേ അണ്ണൻ നെറ്റും ബോൾട്ടും അടിച്ചോണ്ടിരിക്കുക. ശരിക്കണ്ണേ ഓക്കെ. അപ്പൊ അണ്ണന്റെ വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. നമ്മൾ 3 പേരേ ഉള്ളൂ പ്രകാശിൽ ഇപ്പൊ നിലവില്. ബാക്കി അവരിപ്പോ വരുമല്ലയോ? അവരിപ്പോ വരും. അവർ വന്നിട്ട് ബാക്കി നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ബാക്കി അങ്ങോട്ടെല്ലാം വണ്ടി കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയണേ, നമ്മുടെ ടൈഗർ ഹിൽസിന്റെ വണ്ടിയുണ്ട്. ടൈഗർ ഹിൽസിന്റെ വണ്ടി ഇപ്പൊ പോയി കണ്ടു. പക്ഷെ ഞാൻ ഇപ്പൊ വീഡിയോയിൽ കാണിക്കുന്നില്ല വണ്ടി, കാരണം അവരുടെ പേജിനകത്ത് വന്നതിന് ശേഷം കാണിക്കാം. ആ ഭാഗത്തായിട്ട് കണ്ടോ, അവിടെ ഈ സൈഡ് കിടക്കുന്ന വണ്ടിയുണ്ടോ? ഈ സൈഡ്, അതിന്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ ടൈഗർ ഹിൽസിന്റെ വണ്ടി കിടക്കുന്നത്. അല്ല, അതിന്റെ അപ്പുറത്തല്ല, അതാണ് ഇതല്ലേ ടൈഗർ ഹിൽസ്. ഇതാണ് ടൈഗർ ഹിൽസ് ഗൈസ്. പ്രകാശിലെ ഏറ്റവും പുതിയ ടൈലൈറ്റ് ആണിത് ഗൈസ്. ഇവിടെ അടിപൊളിയല്ലേ, കൊള്ളാം, സെറ്റ് സാധനം. അപ്പം നമുക്കിനി അടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ്, ഫുൾ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അതേപോലെ ഗൈസ് ഇവിടെ വേറെ വണ്ടി കിടക്കുന്നുണ്ട്. ഇത് ഏത് വണ്ടിയാണെന്ന് ഒരു പിടുത്തവും ഇല്ല. പക്ഷെ ഫുള്ള് ഗ്രാഫ് മറ്റെന്താ രാമായണോ മഹാഭാരതോ എന്തുവാന്ന് അറിയത്തില്ല. കൊട്ടക്കൻ ഗ്രാഫൊക്കെയാ. ഞാനത് ഇപ്പോഴേ ഫുള്ള് കാണിക്കുന്നില്ല. പക്ഷേ അപ്പം ഇതാണ് നമ്മുടെ വണ്ടി, നമ്മുടെ അദർവയുടെ വണ്ടി. ഇതാണ് ഗൈസ്, ഈ വണ്ടി കോതമംഗലം വണ്ടിയാണ്. ഇത് ഇന്നാണ് ഡെലിവറിയും കാര്യങ്ങളും. അപ്പം അവരുടെ ക്രൂ ആണ്. ഇന്ന് വൈകുന്നേരമാണ് ഇവരുടെ ഡെലിവറി. നമ്മൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇവരുടെ ഡെലിവറി നമുക്ക് കാണാം. കാരണം നമ്മുടെ വണ്ടി ഗ്ലാസ് പോലും കയറിയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴാണെന്ന് അറിയില്ല. നമ്മൾ ഡാഷ് ഗൈസ്. അതേപോലെ നമ്മുടെ ബോംബെയുടെ വണ്ടി തൊട്ട് ഫ്രണ്ടിലായിട്ട് കിടപ്പുണ്ട്. ബോംബെയുടെ വണ്ടി ഞാൻ കാണിച്ചു തരാവേ.
ബോംബെയുടെ വണ്ടി ഇതും മിക്കവാറും ഇന്ന് ഡെലിവറി കാണുമായിരിക്കും. അവരുടെ ക്രൂവും കാര്യങ്ങളുമാണ് ആ വരുന്നത് മൊത്തം. വണ്ടി ഇന്ന് ഫുള്ളായിട്ട് ഡെലിവറി കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ഗൈസ്, നമുക്ക് ടൈഗർ ഹിൽസിന്റെ വണ്ടി കാണാം. ടൈഗർ ഹിൽസിന്റെ വണ്ടി കാണാനായിട്ടാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. അപ്പം ചെറുക്കന്തി അവിടെ ഉണ്ട്, അണ്ണൻ മലയാളി അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയിട്ടേ വണ്ടി ഫുള്ള് കണ്ടു നോക്കാവേ. പൊട്ടക്കൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പൊട്ടക്കൻ ഗ്രാഫ്, ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിലാണ്. ഇതാണ് നമ്മുടെ സ്വന്തം ടൈഗർ ഹിൽസിന്റെ വണ്ടി. ഗ്രാഫ് അടിച്ചാൽ നിൽക്കുന്നുണ്ട് മലയാളി അണ്ണൻ്റെ ഇവിടെ പോണ്ടേ. നമ്മുടെ ചെറുക്കൻ്റെ സൈഡ് വ്യൂ കേട്ടോ, ഊട്ടിക്കത്തെ കിടിലൻ ഗ്രാഫിക്സ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി ഗ്രാഫ്. നമുക്ക് ബാക്ക് സൈഡ് കൂടെ കണ്ടു നോക്കാവേ ഗൈസ്, നമുക്ക് ബാക്ക് സൈഡ് കൂടെ കണ്ടു നോക്കാം, അടിപൊളിയായിരുന്നു. ടൈഗർ ഹിൽസിന്റെ ബാക്ക് സൈഡാണ് ഗൈസ്. ഇവിടെയുണ്ട്, അറിയത്തില്ല, ഉള്ളൊരു ആനയൊക്കെ വെച്ചിട്ടില്ല. ഗൈസ്, ഇതാണ് ശ്രീതേട്ടനാണ് നമ്മുടെ ടൈഗർ ഹിൽസിൻ്റെ ഗ്രാഫ് കാര്യങ്ങളൊക്കെ വരച്ചെടുക്കുന്നത്. അതായത് നമ്മുടെ AJ ഗ്രാഫിക്സിൻ്റെ ഡിസൈനും നമ്മുടെ ശ്രീതേട്ടൻ്റെ മാന്ത്രിക വരയും കൂടെ ആയപ്പോഴത്തേക്കിനും ചെറുക്കൻ വേറൊരു ലെവൽ. അപ്പം ചെറിയൊരു പോഷൻ ചെയ്യുന്നത് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ശ്രീതേട്ടൻ്റെ മാന്ത്രിക വരയിൽ എങ്ങനെയാണ് ഡിസൈൻ, അത് ആ ഗ്രാഫ്, അതായത് ആ AJ ഗ്രാഫിക്സ് ചെയ്ത് കൊടുത്ത ആ സെയിം സാധനം വണ്ടിയിലേക്ക് സെറ്റ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഇത് നോക്കൂ, ഓരോ സ്റ്റാറുകൾ ഇങ്ങനെ വെച്ച് അതിൽ പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് കാണിച്ചു തന്നതാണ്. കൊള്ളാമല്ലേ ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് പുള്ളി അത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇപ്പോൾ വണ്ടി ഇറങ്ങിയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഗൈസ്, നമ്മുടെ സൊസൈറ്റിയുടെ വണ്ടിയുടെ ഡെലിവറിയാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവിടെ ആയിട്ടാണ് ഡെലിവറിയും കാര്യങ്ങളും നടക്കുന്നത്. ഇതേ ഡെലിവറി ടൈമിൽ നേരെ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി ഇറങ്ങുന്നിടത്തോട്ട് പോവാം. ഗൈസ്, നമ്മുടെ സൊസൈറ്റി ഡെലിവറി ടൈമായി. ഗൈസ്, അങ്ങനെ നമ്മുടെ സൊസൈറ്റിയുടെ താക്കോലും കാര്യങ്ങളും ഒക്കെ കൈമാറി കഴിഞ്ഞു. സൊസൈറ്റി, അതായത് നമ്മുടെ ബൊലീവിയയുടെ താക്കോലും കാര്യങ്ങളും കൈമാറി. ഞാൻ ജസ്റ്റ് ഒന്ന് ലേറ്റ് ആയിപ്പോയി. അപ്പോഴത്തേക്കും നമ്മുടെ താക്കോലും കാര്യങ്ങളും കൈമാറിയിട്ട് നമ്മുടെ പ്രകാശിൻ്റെ ഫ്രണ്ട് ഡോറിൽ കൂടെ ഇപ്പം ചെറുക്കൻ പുറത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. കാരണം ഇവിടുന്ന് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഓരോ വണ്ടികൾ ഇറങ്ങുമ്പം നമ്മുടെ ഫുൾ അവിടെ എത്ര വണ്ടിയുടെ ക്രൂ ഉണ്ടോ അവരെല്ലാവരും പൂജ ടൈമിൽ കാണും. അതാണ് മെയിൻ. അത് വേറെ ഒരു നാട്ടിലെ വണ്ടിയുടെ ഞാൻ പരിപാടി കണ്ടിട്ടില്ല. ഇത് നോക്ക്, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന മറ്റേ കളർ ഇട്ടത് മൊത്തം ലൂബസിൻ്റെ ടീമും അതുപോലെ പല ബോഡി കെട്ടുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടാവും ഒരു വണ്ടിയുടെ ഡെലിവറി ടൈമിൽ. അതാണ് നമ്മുടെ കേരളക്കാരുടെ ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ബൊലീവിയ ഗൈസ്, നമ്മുടെ ചെറുക്കൻ്റെ പ്രകാശിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് നേരെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ചെറുക്കൻ ഇനിയും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കളത്തിലുണ്ടാവും. അപ്പം ബൊലീവിയയുടെ BS6 നമ്മുടെ പ്രകാശ് ഗേറ്റുകൾ കടന്ന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ആ ഒരു കിടിലൻ കാഴ്ച, കാരണം ഒരുപാട് വണ്ടിപ്രാന്തന്മാർ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ പ്രകാശിൽ നിന്ന് വണ്ടി ഇറക്കുക എന്നുള്ളതും വണ്ടി കാണുക എന്നുള്ളതും. അപ്പം അത് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അപ്പം നമ്മുടെ ബൊലീവിയ ഈ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നേരെ ഇനി തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ എന്താ പറയുക പമ്പുണ്ട്. അതായത് എല്ലാ വണ്ടികളും ഇറങ്ങി നേരെ പ്രകാശിൻ്റെ സൈഡിൽ കയറുന്ന ആ പമ്പിലോട്ട് ഈ ചെറുക്കനും കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ ഡീസൽ അടിച്ച് നമ്മുടെ നാട്ടിലേക്ക്. കേസ് അങ്ങനെ നമ്മുടെ ബൊലീവിയ ഇറങ്ങുന്നത് കണ്ടതിന് ശേഷം തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത്. അതായത് നമ്മുടെ ഇത് ഫുള്ള് നമ്മുടെ ലൂബസിൻ്റെ ഓണേഴ്സാണ് കേട്ടോ. ഒരുപാടധികം വണ്ടികളുടെ ഓണേഴ്സ് ചേർന്നിട്ട് ഒരുമിച്ച് കളത്തിലിറക്കിയൊരു വണ്ടിയാണ് ലൂബസ്. അപ്പം അവരുടെയാണ് തോന്നുന്നു അടുത്ത ഡെലിവറി. അപ്പം അവർ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. കേസ് അതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ ചെറുക്കൻ്റെ വർക്ക് കാര്യങ്ങൾ എന്തോ ആയെന്ന് അറിയാൻ വേണ്ടി എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ചെറുക്കൻ്റെ ഗ്ലാസ് കാര്യങ്ങൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന കാഴ്ചകൾ കാണാം. അപ്പോൾ ഗ്ലാസ് കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ചെറിയ മിനുക്ക് പരിപാടികളും കൂടെ ഉള്ളൂ. പിന്നെ നമുക്ക് പേരൊട്ടിക്കുക അങ്ങനെയുള്ള പിന്നെ ടച്ച് ആൻഡ് പോളിഷ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ നാട്ടിലേക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് തിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകെ അറിയാം. അപ്പം നമ്മൾ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ കാണാം ഗൈസ്.
ഗൈസ് നമ്മളങ്ങനെ ഗ്ലാസ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആരോ എന്നോട് വന്ന് പറഞ്ഞു നമ്മുടെ ലൂബസിൻ്റെ ഡെലിവറി ആയിട്ടുണ്ട്, 2 വണ്ടികളും ഈ പൂജ പരിപാടിക്കായിട്ട് കൊണ്ടിട്ടിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ നേരെ ഓടി വന്നപ്പോഴത്തേക്കും 2 വണ്ടികൾ കാര്യങ്ങളെല്ലാം മാല വരെ സെറ്റ് ചെയ്ത് അവർ ഡെലിവറി ആവാൻ പോവുകയാണ്. അപ്പം ഗൈസ് റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് പുത്തൻ വണ്ടി, ആ കിടക്കുന്ന സെഡ് അസ്ത്ര ആണ് പുത്തൻ വണ്ടി. ഈ കിടക്കുന്നത് അവരാദ്യം ഇറക്കിക്കൊണ്ട് പോയ നമ്മുടെ ക്യാബിനില്ലാത്ത ആദ്യത്തെ ഇന്ത്യയിലെ ഫസ്റ്റ് സെഡോൺ വണ്ടി. രസമുണ്ട്, എന്നാലും ക്യാബിനില്ല എന്നുള്ളൊരു വിഷമം. ഗൈസ് അങ്ങനെ നമ്മുടെ പൂജ ടൈം ആയിരിക്കുകയാണ്. ഗൈസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലുള്ള ഏത് വണ്ടിയുടെ ആൾക്കാർ പ്രകാശിലുണ്ടോ പൂജ ടൈം ആവുന്ന സമയത്ത് ആ ഫുൾ ആൾക്കാരും അതേ ഈ ഒരു ഫുൾ സൈഡായി, അതായത് പൂജ സമയത്ത് അവിടെ ഉണ്ടാവും, നമ്മുടെ വണ്ടികൾ ഇറക്കി വിടാനായിട്ട് അവിടെ ഉണ്ടാവും. അതൊരു അടിപൊളി അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കൊള്ളാം ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പം എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഇതേ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി നമുക്ക് നോക്കാം ഗൈസ്. അപ്പം നമ്മുടെ അഥർവയുടെ ഓണർ ഷൈജോണ്ണൻ. അപ്പോൾ ഷൈജോണ്ണൻ്റെ അടുത്ത് നമുക്ക് ഈ നിമിഷത്തെക്കുറിച്ച് എന്താണെന്ന് ചോദിക്കാം. പറഞ്ഞാ സന്തോഷമുണ്ട്. നമ്മുടെ വളരെയധികം ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം ഡെലിവറി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ച നാളെ രാവിലെ നമ്മൾ ഈ വണ്ടി ഡെലിവറി ആക്കുന്നതായിരിക്കും. അതെ, നമ്മളിപ്പം അതിനുവേണ്ടി ഏകദേശം വർക്ക് കാര്യങ്ങളൊക്കെ പൂർത്തിയായി ഏകദേശം 99% പണികളും കഴിഞ്ഞ് കിടക്കുകയാണ് വണ്ടി. നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് ഒരാഴ്ച കൊണ്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഉറക്കവും ഇല്ല ഊണും ഇല്ലാതെ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് സ്വപ്നത്തിന് വേണ്ടി. തീർച്ചയായിട്ടും ഫസ്റ്റ് 49 സീറ്റ് പുഷ്പക ബസ് എന്നല്ല, നമ്മുടെ ആദ്യത്തെ ടൂറിസ്റ്റ് ബസ് എന്നുള്ളൊരു തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം ഏകദേശം പണി എത്രയായിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ഇത്രയാണ് നിലവിലിപ്പോൾ ഇത്രയാണ് വണ്ടിയുടെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഗ്ലാസ് കാര്യങ്ങളൊക്കെ കയറി ഇനി ചെറിയ കുറച്ച് ടച്ച് വർക്ക് കാര്യങ്ങൾ. അപ്പം ഇന്ന് നൈറ്റോട് വണ്ടി ഇറങ്ങും. ഞങ്ങൾ നാളെ രാവിലെ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്ത് പോത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാവേ. അപ്പം ഏകദേശം സ്റ്റിക്കർ വർക്ക് വരെ എത്തി. ഇനിയും സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൻ ടെസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞാൽ പൂജയാണ്. അപ്പം സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാവേ. അവരാണ് സ്റ്റിക്കർ വർക്കിന് വേണ്ടിയുള്ള അതായത് ഗ്ലാസ് കാര്യങ്ങളൊക്കെ എന്താണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഗ്ലാസ് കാര്യങ്ങൾ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ അടിക്കാൻ. അത് അറിയാവുന്നവർക്ക് വേണ്ടിയല്ല, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുവാണേ. അപ്പം അടിപൊളിയായിട്ട് അവർ ഇപ്പം നമ്മുടെ നെയിം അഥർവ എന്നുള്ള നെയിമും കാര്യങ്ങളും അടിപൊളിയായിട്ട് ഇപ്പം സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ചെയ്യും. അപ്പം നമുക്കത് കാണാം ഗൈസ്. അപ്പം നമ്മുടെ പേരും കാര്യങ്ങളും ഇപ്പോൾ ഒട്ടിക്കും. അതായത് ഇതിനുവേണ്ടി ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പുതിയ ഫോണ്ടും കാര്യങ്ങളും അഥർവ എന്നുള്ള അതിൻ്റെ പുതിയ ഫോണ്ടും കാര്യങ്ങളും വെച്ചിട്ടുള്ള സ്റ്റിക്കർ ഇപ്പം നമ്മുടെ വണ്ടിക്ക് പാടിക്കുക. സ്റ്റിക്കർ വന്നു കഴിയുമ്പോഴത്തെ വണ്ടി വേറെ ലെവലായിരിക്കും. അതേ ഗൈസ്, നമുക്ക് നോക്കാം. വേറെ ലെവലിലായിരിക്കും അത് സെറ്റ് ചെയ്യുന്നത്. ഓ, അഥർവ എന്നുള്ള പേരുകൾ വന്നു കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലായില്ലേ. അപ്പം സാധനം സെറ്റ്. നമ്മുടെ അഥർവ എന്നുള്ള പേരും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും വണ്ടി വേറെ ലെവലായി. പേരും ഒട്ടിക്കാത്തതിൻ്റെ ഇതായിരുന്നു കുറവ്. പേരും ഒട്ടിച്ചപ്പോഴത്തേക്ക് വണ്ടി ഒന്നും പറയില്ല, അയച്ച സാധനം. ഗൈസ്, നമുക്കിനി അടുത്തത് GK ബ്രോസിന്റെ ഡെലിവറി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ അതും കൂടെ പോയി കണ്ടിട്ട് വരാവേ. നേരെ അങ്ങോട്ട് അതേ തൊട്ടപ്പുറത്ത് ഡെലിവറി നടക്കുക ഗൈസ്. അങ്ങനെ നമ്മുടെ GK ബ്രോസിന്റെ ഡെലിവറിക്കായിട്ട് എത്തി. അപ്പം അവരുടെ 2 വണ്ടികൾ, 2 കിഡിലൻ സെഡ് അസ്ത്ര ഇന്ന് ഡെലിവറി ആവുകയാണ്. അപ്പം മൊത്തത്തിൽ ഇന്നൊരു 2-3-4 വണ്ടികൾ ഓൾറെഡി ഡെലിവറി ആയിട്ടുണ്ട്. ഏകദേശം 10 വണ്ടിയാണ് ഒരു ദിവസം പ്രകാശ് ഇന്നിപ്പോൾ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നോ, കേരളത്തിൽ മൊത്തം ടൂറിസ്റ്റ്, എല്ലാവരും ടൂറിസ്റ്റ് ബസ് എടുക്കണോ. അപ്പോൾ ഗൈസ് എന്താണ് പറയുന്നത്, നമ്മുടെ പൂജ കാര്യങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ കേരളയുടെ കിഡിലൻ 2 സെഡ് അസ്ത്രകളാണ് പൂജ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ വണ്ടി എടുത്തോട്ട് വന്ന് പോയി.
ആ സമയത്ത് എനിക്ക് പൂജ ഫുള്ള് GK ബ്രോസിൻ്റെത് കവർ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ഇതില്ലേ സെൻസിയയുടെ വണ്ടിയുടെ വാട്ടർ ടെസ്റ്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ കേരളയുടെ പൂജയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരുടെ ഗ്രീൻ കേരളയുടെ പൂജ കഴിഞ്ഞ ഉടനെ സെൻസിയ പൂജ കഴിഞ്ഞ് പുറത്തേക്ക് പോകും. അപ്പം ഗൈസ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇന്ന് ഡെലിവറി ഇല്ല. അപ്പം നാളെ രാവിലെ ഇനി ഡെലിവറി ഉള്ളൂ. അപ്പം ഗൈസ് ബാക്കി വീഡിയോ കാര്യങ്ങൾ, നമ്മുടെ ഡെലിവറി കാര്യങ്ങൾ, നമ്മുടെ അതർവയുടെ ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ബാക്കി വീഡിയോ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പം അടിപൊളിയായിട്ട് അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്.